ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലോക 300 കോടിയിലേക്ക് എത്തിയ സുദിനമായി മാറുകയാണ്. ഇത് 46-ാം ദിനമാണ് ഈ ഒരു സിനിമയുടേത്. 45-ാം ദിനം ഒക്ടോബർ 11-ാം തീയതി അതെ ഈ ഒരു സിനിമ 300 കോടി ക്ലബിൽ കയറിയ ആ ഒരു മുഹൂർത്തമാവുകയാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ നിമിഷം എന്ന് തന്നെ പറയാം. ഈ ഒരു 46-ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, ഒന്ന് പരിഗണിച്ചേക്കുക. 45-ാം ദിനമായ ശനിയാഴ്ച മികച്ച രീതിയിൽ തന്നെ കളക്ഷൻ വരികയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന കളക്ഷൻ ഏകദേശം 16,500-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 400-നടുത്തുള്ള ഷോ കൗണ്ടുകൾ. 27 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞത്. അതായത് 44-45 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ സിനിമ മൊത്തത്തിൽ വന്നത് 299 കോടിയോളമാണ് ഇന്നലത്തെ കളക്ഷൻ വെച്ച് മാത്രമായി വന്നത്. ഇന്നത്തെ പ്രീസെയിൽ, അതായത് ഞായറാഴ്ചത്തെ പ്രീസെയിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയ്ക്ക് കൃത്യമായി 300 കോടി ടച്ച് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 5 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ പ്രീസെയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മികച്ച ഒരു തുടക്കം തന്നെയാണ്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 45-50 ലക്ഷം രൂപയോളമാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനോടകം തന്നെ സിനിമ 121 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് 300 കോടി മലയാള സിനിമയുടെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം. അതിന് ഇത്ര കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ബാക്കിയുള്ള സിനിമകളെല്ലാം, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള സിനിമകളെല്ലാം 300-500 നേടുമ്പോൾ നമ്മളുടെ കുഞ്ഞൻ ഇൻഡസ്ട്രിയിൽ 300 കോടിയോ എന്ന് ചോദിച്ചെങ്കിൽ ഇതിനിയും 500 കോടിക്കുള്ള വളം വെച്ചിട്ട് പോകുന്ന ചിത്രമായി മാറുകയാണ്. ലോക ചാപ്റ്റർ 2 വരുമ്പോൾ 500-ൽ കുറഞ്ഞ് ഒന്നും തന്നെ ചിന്തിക്കേണ്ട. അതിൽ ഏതെങ്കിലും ഒരു സീരീസ് തീർച്ചയായും 1000 കോടി അടിക്കുമെന്നതും ഉറപ്പിക്കാം. എന്നാലും ഇവിടെ ട്രാക്കിങ്ങിലൂടെ 110 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോകുമ്പോൾ സർവ്വകാല റെക്കോർഡുകളും തകർത്തുകൊണ്ട് തന്നെയാണ് ലോക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു റീക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം 60 കോടി എത്തുന്നതും പിന്നീട് 100 കോടി എത്തുന്നതും 200-ഉം 250-ഉം എത്തുന്നതും പിന്നീട് ഒരിക്കലും 300 ടച്ച് ചെയ്യില്ലെന്ന് പറഞ്ഞതും ഒക്കെ നമുക്ക് ഓർക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. എന്താണെങ്കിലും ഒരു വലിയ റണ്ണാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, 50 ദിവസം എന്നുള്ളത്. ഒരു പക്ഷേ അതും കഴിഞ്ഞ് ഇനിയും പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു വിജയമായി മാറുന്നു ഈ ഒരു ചിത്രം.